നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വിശാൽ, പാമ്പിനെ കണ്ടോ? അതവിടെ ഉണ്ടോ? അത് ജനാല വഴി പുറത്തേക്ക് പോയി. പോകുന്ന ഞാൻ കണ്ടു. ജാസ്മിൻ പേടിക്കാതിരിക്കുക. ഞാൻ ഏതെങ്കിലും ജോലിക്കാരെ പറഞ്ഞേച്ച് അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാം. ശരി ശരി, എന്തായാലും അത് മുറിന്ന് ഇറങ്ങി പോയല്ലോ. സമാധാനമായി. നീ എന്താടി എന്നിങ്ങനെ നോക്കുന്നേ? അല്ല, ജാസ്മിൻ പാമ്പിനെ കണ്ട ഉടനെ നിന്റെ നടുവേദനയൊക്കെ പമ്പ കടന്നോ? അത് ചോദിക്കാനുണ്ടോ ഗാർഗി? അവളുടെ നടുവേദന മാറിയതുകൊണ്ടല്ലേ അവൾ ഈ പടിക്കെട്ട് ഓടി ഇറങ്ങി താഴേക്ക് വന്നത്. ജാസ്മിൻ, നിനക്ക് സന്തോഷമായല്ലോ. നടുവെടുക്കാൻ വയ്യാത്തോണ്ട് അമേരിക്കയിലേക്ക് പോവാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നില്ലേ നീ? ഇനിയിപ്പോ നാളെ തന്നെ നിനക്ക് അമേരിക്കയിലേക്ക് പറക്കാലോ. അല്ല ജാസ്മിൻ, പാമ്പിനെ കണ്ടതും നിന്റെ നടുവേദന എങ്ങനെയാ മാറിയത്? ഒട്ടും എഴുന്നേക്കാൻ വയ്യാതെ കിടന്നിരുന്ന നീ പെട്ടെന്ന് എഴുന്നേറ്റത് ഒരു വലിയ അത്ഭുതമായി പോയി മോളെ. അത് പിന്നെ ഡോക്ടർ തന്നെ മരുന്ന് കഴിച്ചതുകൊണ്ടും പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടും പിന്നെ പാമ്പ് എന്നെ കടിച്ചാ ഞാൻ ചത്തുപോവല്ലോ എന്നുള്ള ചിന്ത കൊണ്ടും അങ്ങനെയെല്ലാം കൊണ്ടും പെട്ടെന്ന് എനിക്കൊരു പുതിയ ശക്തി കിട്ടി. അപ്പം ഞാൻ എന്റെ വേദനയ്ക്ക് അങ്ങ് മറന്നു. നടുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല. പിന്നെ പെട്ടെന്ന് എണീറ്റ് താഴേക്ക് അങ്ങ് ഓടി. ഇപ്പൊ ഗാർഗി ചോദിച്ചപ്പോഴാ നടുവിന്റെ വേദനയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര അത്ഭുതം തന്നെ അല്ലേ? അല്ലേ ആന്റി? അതെ അതെ, ഒരു മഹാ അത്ഭുതം തന്നെ. ഹോ, ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. നല്ല അനുഗ്രഹം. ഏതായാലും എന്റെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇവൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളിത് എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് പുലമ്പുന്നത്? എന്തായാലും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ, അത് നന്നായി. ജാസ്മിൻ, നാളെ ഉച്ചയ്ക്കാ നിന്റെ ഫ്ലൈറ്റ്. പോവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൂ. എല്ലാ പ്ലാനും പൊളിയാണല്ലോ. ആ പാമ്പിന് വന്ന് കിറം കണ്ടൊരു നേരം. ദേ, ഇവന് വേണ്ടിയാ ഇത്രയും കാലം സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ പ്രതാപൻ എന്റെ ഒപ്പം നിഴല് പോലെ നിന്നില്ലേ? ഇനി അത് പോരാ. ഇവനും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. സ്വന്തം കാലിൽ നിൽക്കണം. എടാ, ഒരു ബിസിനസ് തുടങ്ങിയ പിന്നെ ഇവന് ഇവന്റേതായിട്ടുള്ള ഒരു മാർഗമായല്ലോ. ആ, അത് കൊള്ളാം. ഇത് നല്ലൊരു ആലോചനയാണ്. ചേച്ചി പറഞ്ഞപ്പോഴേ ബിസിനസിനെ കുറിച്ച് ഞാനും ചിന്തിച്ചത്. അങ്കിളെ, ഇത് ഉടനെ തന്നെ തുടങ്ങണം. എടാ, ഉടനെ തുടങ്ങാന്നൊക്കെ വെച്ചാ അതിന് ക്യാപിറ്റൽ വേണ്ടേ? കുറഞ്ഞത് ഒരു 30 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. ഇവന്റെ കയ്യിൽ എവിടുന്ന അത്രയും തുക? ഇവിടുത്തെ പണം എടുത്ത് ഇവന് ബിസിനസ് തുടങ്ങുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാ ഞാൻ എന്റെ ഗോൾഡ് എടുത്ത് പണയം വെക്കാമെന്ന് തീരുമാനിച്ചത്.
അതല്ലേ മോനെ മാന്യത. ആ ദേ, നീ ഇതൊന്നും പണയം വെച്ച് പറഞ്ഞ തുക എടുത്തു തന്നാ മാത്രം മതി. വിശാൽ സാറിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള ഇവരുടെ പുതിയ പദ്ധതിയാണല്ലോ ഇത്. ഇല്ലമ്മേ, എനിക്കിത് പണയം വെക്കാൻ പറ്റില്ല. ഡാ വിശാൽ, ഞാനിത് പണയം വെക്കില്ല. മാത്രമല്ല, ഇത് പണയം വെക്കാൻ ഞാൻ കൂട്ടു നിൽക്കുകയില്ല. മോനെ, അമ്മയുടെ ആഭരണങ്ങൾ എനിക്ക് ഗായത്രി അമ്മയുടെ ആഭരണത്തിന് തുല്യം. അത് ഞാൻ ഒരിക്കലും പണയം വെക്കില്ല. അതുപോലെ തന്നെയാ ഇതും പണയം വെക്കാൻ പാടില്ല. അമ്മയെ ഞാൻ ഗായത്രി അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. എന്റെ അമ്മ പോയതിനു ശേഷം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് അമ്മയല്ലേ? അപ്പോ അമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തേണ്ടത് എന്റെ കടമയാ. എടാ അത് ശരിയാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടി അല്ലല്ലോ മോനെ. ആയിക്കോട്ടെ. ദാ, ഈ നിൽക്കുന്ന അമ്മയുടെ സഹോദരൻ എനിക്കാരാ? എന്റെ അമ്മാവനല്ലേ? അമ്മാവനെ സഹായിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വം തന്നെയാ. അമ്മ ഇത് കയ്യിൽ വെച്ചോ. അങ്കിളിനും ബിസിനസ്സിൽ മുടക്കാനുള്ള പണം ഞാൻ തരാം. താനേ കൃത്യസമയത്ത് തന്നെയാ വന്നത്. എടോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അങ്കിള് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുക. കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പോ അങ്കിളിനൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റായി 30 ലക്ഷം രൂപ വേണം. അത് നമുക്ക് കൊടുക്കാം. താനാ ലോക്കറിന്ന് ആ 30 ലക്ഷം എണ്ണി എടുത്തിട്ട് വാ. എന്തു പറ്റി? താൻ പോയി കാശെടുത്തിട്ട് വാ. വിശാൽ, ഞങ്ങൾക്ക് കാശ് തരുന്നത് പാർവതിക്ക് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്റെ ഇഷ്ടം തന്നെയാ പാർവതിയുടെ ഇഷ്ടം. പാർവതി, നീ പോയി എടുത്തിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.